ആ അതായത് നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ നമ്മളെ മനുഷ്യജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി എന്താണെന്നുള്ളത്. മെയിനായിട്ട് നമ്മളീ പറയുന്ന നമ്മളെ മനസ്സ് കണ്ടുപിടിക്കുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ എത്ര ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ നമ്മളെ ബോഡി, നമ്മളുള്ള ജീവൻ അതെപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലും വലിയ ഒരു പവർ വേറെ എന്തിനാണുള്ളത്? ഇപ്പം ഞാനൊരു സ്ത്രീയാണ്. അതായത് എനിക്ക് ഒരു സ്ത്രീകൾക്ക് ഭയങ്കര പവറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാഗത്തൊന്നും ആയിരുന്നില്ല എൻ്റെ ഒരു ചിന്താരീതിയൊന്നും. കാരണം സ്ത്രീകൾക്കെതിരെ ഒരുപാട് അതിക്രമങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഞാൻ വിചാരിച്ചിട്ടും സ്ത്രീ ഭയങ്കര വീക്കാണ്. എനിക്കൊരു വീക്ക്നെസ്സാണ്. സ്ത്രീയായി പിറന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് എന്നുള്ളൊരു ഭാഗത്ത് തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത്. പക്ഷെ ഇവിടെ എത്തി ഈ ഒരു ജീവൻ്റെ ഭാഗമൊക്കെ മനസ്സിലായപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നമ്മളെ കണ്ടുവന്നിരുന്ന വീട്ടമ്മമാരൊക്കെ അവർ ആ ജീവിത സാഹചര്യങ്ങളൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള, അവരുടെ ഭർത്താക്കന്മാരൊക്കെ മോശമായിട്ട് പെരുമാറുന്നത്, കുട്ടികളുടെ ഭാഗം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കഴിയുമ്പോഴും അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ ഇവർക്കും അതുപോലത്തെ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനൊക്കെ വിട്ടുവീഴ്ച നൽകി വന്നതുകൊണ്ടാണ് ആ കുടുംബ പശ്ചാത്തലം അത്രയും സമാധാനത്തിൽ വളരുന്നത്. ഓക്കെ, അത് പലപ്പോഴും സ്ത്രീകൾ അറിയാറില്ല. ഇതെൻ്റെ വിധിയാണെന്ന് കരുതി ഒതുങ്ങി കൂടുക മാത്രമേ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ ക്ഷമയോടെ നിൽക്കണമെങ്കിൽ അവർക്കൊരു പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അത് സ്ത്രീകൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും അവിടെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇപ്പം സ്ത്രീയുടെ ഈ ഒരു ശക്തിയുടെ മറവിൽ പുരുഷന്മാർ കാണിക്കുന്ന അക്രമവും വഞ്ചനയും ചതിയും എല്ലാം മങ്ങിപ്പോവുകയും അവർ കാണിക്കുന്ന വൃത്തികേടും അവർ കാണിക്കുന്ന എന്തെന്നാണ് ഇരട്ടത്താപ്പ് മാനസികാവസ്ഥയും ഇതൊക്കെ ഈ ഒരു സ്ത്രീയുടെ പവറിൻ്റെ പുറകിൽ. പക്ഷേ സ്ത്രീകൾ ഉണർന്നു വന്ന് അവരുടെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥ പുറത്തോട്ട് പ്രകടിപ്പിച്ചാൽ ഇതുപോലുള്ള നിലവാരമില്ലാത്ത പുരുഷന്മാരുടെ സാന്നിധ്യം നമ്മുടെ സമൂഹത്തിൽ നിന്ന് പാടെ മാറിപ്പോകും. മനസ്സിലായി? സ്ത്രീകൾ അബലയാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെ സപ്പോർട്ടിലാണെന്ന് പറയുന്നത് തികച്ചും അപ്രസക്തമായിട്ടുള്ളൊരു നിലപാടാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിലാണ് പുരുഷന്മാർ കഴിയുന്നത്. കാരണം സ്ത്രീകളെ ഒതുങ്ങി കൂടുന്നതുകൊണ്ട് അവർ സ്വയം വിചാരിക്കുകയാണ് ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എനിക്ക് ചെയ്യുന്നതിലൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടെന്നുള്ള ഭാഗത്ത് അവർ നിൽക്കും. അപ്പം ഇവരിങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ട് പുരുഷന്മാർ വിചാരിക്കും അവരാണ് ഭയങ്കര വലിയ സംഭവം എന്നുള്ള രീതിയിൽ അവരും നിൽക്കും. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് രണ്ടുപേർക്കും അറിയുന്നില്ല. അറിയുന്നത് എപ്പോഴാണ് അപ്പത്തൊട്ട് അവർ ശരിയായ സ്ത്രീയും പുരുഷനായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ജനി എനിക്ക് ഞാനിവിടെ വന്നത് എന്താണ് എന്നെ മറ്റൊരു കാര്യം ചിന്തിക്കാൻ വേണ്ടി. ഇപ്പൊ ജനി ഇവിടെ വന്ന് എനിക്കിവിടെ വീഡിയോ കേൾക്കുന്ന ഫീല് വരും. ജനി എന്താണ് എനിക്ക് അവിടെ നിൽക്കുന്ന എനിക്ക് ടൈമും കൂടും, എനിക്ക് സംസാരിക്കണ എന്താണ് അതെ 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 നമുക്ക് എവിടെ നിന്നാണെങ്കിലും കൊച്ചു പറഞ്ഞ് ഇവിടെ നിന്നൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്ന് അത് വലിയ കാര്യമൊന്നുമില്ല. അവിടെ നിന്ന് വീഡിയോ എടുക്കണം, കൊച്ചിൻ്റെ ഒരു ആഗ്രഹം സാധിച്ച് ഇവിടെ നിന്ന് വീഡിയോ എടുത്ത് കൊച്ചിനൊരു കാര്യം പറയണമെന്ന് തോന്നി അത് പറയുന്നു. അല്ലാണ്ട് അവൻ എന്താണ് പറഞ്ഞത്, അവൻ പറഞ്ഞതിനകത്ത് വല്ല കാര്യമുണ്ടോ? അതൊന്നും അല്ല, അവൻ അവിടെ ജീവനോടുകൂടി നിൽക്കുന്നു. അതിനാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത്. ഓക്കെ.